മൈ ചാനൽ. ഇന്ന് ഞാൻ മാത്രമല്ല ആദ്യമുണ്ട് എക്സ്പെരിമെന്റ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ഷവർമ ഇല്ലെങ്കിൽ റോള് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ തട്ടിക്കൂട്ടിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യം ആദ്യം മൈദ വേണം, പിന്നെ അത് ബേക്കിംഗ് സോഡ, പിന്നെ ഹാപ്പിയുടെ സോസാണ് നമ്മൾ ബട്ടർ എടുക്കുന്നുണ്ട്. അത് അമൂലിൻ്റെയാണ് എടുക്കുന്നത്. നമ്മൾ എലൈറ്റിൻ്റെയാണ് എടുക്കുന്നത്. മൈദ എലൈറ്റ് ഉള്ളതുകൊണ്ട് എലൈറ്റിൻ്റെ എടുക്കും. നിങ്ങൾക്ക് ഏതോ ഇത് വേണ്ടിയിട്ട് എടുക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. എവിടെ മുട്ട? ഇതാണ് മുട്ട. മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതവിടേക്ക് പൊട്ടിയാൽ നല്ല മണ്ട പൊട്ടി. പിന്നെ കുറച്ച് ഉള്ളി. പിന്നെ അമ്മമ്മ അവിടെ ഉരുളക്കിഴങ്ങ് ഇതാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്തത് വേണ്ടത് ഉള്ളി ഒരെണ്ണം എടുക്കാം. അധികം വെജീസ് വേണമെങ്കിൽ അതിടാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ലേ? ഫ്രഞ്ച് ഫ്രൈസ്. അതിന് തന്നെ ഉരുളക്കിഴങ്ങ്. നമ്മൾ വെജീസ് ഇടില്ല, എന്നാലും ഒരു രസത്തിന് ഉള്ളി ഇടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് മൈദ കുഴക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഷവർമ. അതെ, അപ്പം നമുക്ക് എന്താ മൈദ കൊട്ടാം ഗൈസ്. മൈദ അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പൊ നമ്മള് ഇത്തിരി ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ ഇടണം. നമുക്ക് ആവശ്യത്തിന് എന്താ ബേക്കിംഗ് സോഡ കുറച്ചിട്ടോ സോഡ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര വേണമെങ്കിൽ ഇത്ര എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉള്ളത് എടുക്കാം. നമ്മൾ ഇപ്പം എത്രയാണ് എടുത്തിരിക്കുന്നത് അത് ഇടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് അതായത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഒഴിച്ചാൽ മതി. മൊത്തമായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുളം ആവുമെന്ന് പറയാലോ, അമ്മാരിയാവും. ഒരാളായിട്ടുണ്ട് പിസ്സ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്കൊരു പരിവാവണ വരെ കുഴയ്ക്കാം. അപ്പം നമ്മൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കല്ലെടുക്കണം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് തുടക്കണം. എങ്കിൽ കുറച്ച് സോഫ്റ്റ്നെസ് അല്ല തുടക്കണം, ഇല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാക്കി അതല്ലാണ്ട് ഇത്തിരി സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഇതും പിന്നെ ചപ്പാത്തി പോലും നല്ലോണം തുടക്കണം. അപ്പൊ ഗൈസ്, ഞാനാണ് പരത്താൻ പോകുന്നത്. ഇത്ര നേരം പണിയെടുത്തല്ലോ. അപ്പം അന്നേരം ഫലം വേണ്ടേ? ഇത് നല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കപ്പിളാക്കിയിട്ട് ഇനി നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ നടിച്ചാൽ റെഡി. ഇനി നമ്മൾ കറക്റ്റ് എന്നിട്ട് ഇവനെ ഒന്ന് ഇങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് ഗൈസ് കറക്റ്റ് റൗണ്ടാക്കി കൊടുക്കണേ. നമ്മൾ കറക്റ്റ് റൗണ്ടാക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് വന്നിരിക്കണം. അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട്. റോളല്ല, നീളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇത്തിരി ഉപ്പിടണം. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നമ്മൾ നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് കടായിലിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു കടായി എടുത്തിട്ട് പിന്നെ അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പിടിച്ചിട്ട് തുറന്നിട്ട് അങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് ഇതാക്കിയിട്ട് മറ്റേ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ എടുത്തിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പരത്തി നമ്മുടെ ഖുബൂസ് മാരി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി റെഡി ആയിട്ട് കാണാം. ഗൈസ്, മണി ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടിയിടണം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുബൂസ്, അതായത് ആ ഒരു റോളിൻ്റെ വെക്കാനുള്ള സാധനം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, കുബൂസ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ.
അവിടെ ഉരുളക്കിഴങ്ങ് വറുത്തോണ്ടിരിക്കുന്നു. മണി കുറച്ച് ഫ്രഷ് ഫ്രൈസ് കാണിച്ചു കൊടുക്കൂ. അപ്പൊ നമ്മള് ഫ്രൈസ് എടുത്തെടുത്ത് നമ്മള് ആദ്യം ഇത്തിരി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇടാനാണ് പ്ലാൻ. ഇവിടെ ഒന്ന് പിടിക്കണം. ക്യാമറ അപ്പുറത്തെ സൈഡിലേക്ക് ഗൈസ്. അപ്പോൾ അത് ചൂടായിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുബൂസ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനിവിടെ മുട്ട ഉണ്ടാകണം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ അതിനായിട്ട് 2 മുട്ട അങ്ങനത്തെ കാണിച്ചു 2 മുട്ടകൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട വറുത്തിട്ട് ബാക്കി കാണാതെ നമ്മള് മുട്ട പൊട്ടിട്ട് ബുൾസൈ അടിക്കാൻ പോകണം. ബുൾസൈ അല്ല, ജസ്റ്റ് ഒരു നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സെക്കൻഡ് ഫസ്റ്റ് ടൈം ഒരു ബുൾസൈ കിട്ടിയാണ്. ബുൾസൈ പൊളിച്ച് തൊണ്ടൊക്കെ വീണത് അത് വരാൻ പേടിക്കുന്നുണ്ടോ. നമ്മളെ അണ്ണാച്ചുണ്ടാക്കുമ്പോ എപ്പോഴും അടിപൊളിയായിട്ട് വരാറുള്ളൂ. ആ മഞ്ഞ ഇങ്ങനെ നോക്കാതെ പിന്നെ അങ്ങനെ എടുത്തിടുവോ? എന്താണ് ബ്രോ മുടയാണോ അതിൻ്റെ അടുത്ത്? ബുൾസ സെറ്റപ്പ് ആക്കണം. ബുൾസ ഒന്ന് ചൂടായിട്ട് കാണാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുബൂസിനകത്ത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയ കുബൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതവിടെ ഒരു മുട്ട ഓൾറെഡി റെഡിയായി. ഇവിടെ 2ാമത്തെ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ അതാ ഇൻസ്പയറിങ് മൈൻസ് വന്നിട്ട് ഇവിടെ സോസ് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒന്നുമില്ല, അത് സീക്രട്ടാണ്. അത് ആർക്കും ഞാൻ പറഞ്ഞു തരില്ല, ഇപ്പോഴേ പറയാം. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഇനി ആഡിങ്സ് ഒക്കെ ചെയ്യണം. എടുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സോസ് ഞാൻ തേക്കട്ടെ. ഡെൻറ്റില്ല ഞാൻ. അപ്പോൾ സോസ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ സോസ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ സോസാണ്. അതെ, ഇത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ തേച്ചൊരു പരിവമാക്കി കൊടുക്കുകയാണ്. ഗൈസ് നന്നായിട്ടില്ലേ? ഇതിലോട്ട് നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഇത്തിരിയും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പുറത്തേൽ നമ്മുടെ മണി ബാക്കി ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കുബൂസിൽ തേച്ച് കൊടുക്കാം. അപ്പം നമുക്കിനി അടുത്തതിൽ നമ്മളതിൽ ഒരു കുബൂസിൽ 2 ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ. 2 ഉള്ളി മണി സോസ് ഒന്ന് എടുത്ത് താഴത്തേക്ക് വെക്കണം. ഓക്കെ, നമ്മൾ സോസ് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്യാമറ പിടിക്ക് പിടിച്ചോട്ടോ. നല്ലോണം ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് ഇപ്പം നമ്മളിത് നല്ലോണം ഒന്ന് ഇതാക്കുന്നുണ്ട്. ഇങ്ങോട്ട് വലിക്ക് കുബൂസ്. അപ്പം നമ്മളിട്ട് നല്ലോണം ഒന്ന് തേക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്തത് ഫ്രഞ്ച് ഫ്രൈസിനാണ് 2 പേരും എടുത്തിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇത്ര ഇടണ്ടു, അതായത് ഒരു കൈ ഇടണ്ടു. അപ്പം നമുക്കിനി അടുത്തത് മുട്ട എടുക്കാം. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ, അതായത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ മുട്ടയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി റോൾ ചെയ്യണം. ഓക്കെ ഗൈസ്, റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പതുക്കെ റോൾ ചെയ്തിട്ട് അതൊക്കെ എപ്പോ ഇന്ന് രാത്രി 9:15 മുതൽ 1:30 വരെ. ഗൈസ്, അപ്പം നമ്മളിത് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണം. അടുത്ത് റോൾ അപ്പം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം. 5 മിനിറ്റ് ചൂടാക്കി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പം നമുക്ക് അപ്പോൾ ഇന്ന് കഴിക്കാൻ ആദ്യം ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഓരോന്നെടുക്കാം. ചൂടുണ്ടോ? സാധനം നല്ല ചൂടുണ്ട് ഗൈസ്. കാര്യം ചെയ്യാം. അപ്പോൾ അതൊക്കെ സൈഡ് ഡിഷ് തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് ഒഴിക്കുക. ചീസൊന്നും ഇങ്ങനെ എടുത്ത് ഒരു രക്ഷയില്ല സെറ്റ് ഉണ്ടാവാൻ പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് എടുത്തത് ഇങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ചൂടുണ്ടോ? അത്രയല്ല നീ അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ വെച്ചോട്ടെ. സൂപ്പറാണ്.
അങ്ങനെയുണ്ട്. 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾ പോയിണ്ടാക്കിയോ? അതെ, പക്ഷേ ഇത് ഇത്തിരി ചെറുതായി പോയെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.